ജവഹർലാൽ നെഹ്റു നേരെ തിരിച്ചുള്ള മുദ്രാവാക്യം ആവിഷ്കരിച്ചയാളായിരുന്നു. നെഹ്റു പറഞ്ഞത് സമരം സമരം വിജയം. നമ്മളൊക്കെ അതിനെയാണ് വിജയം വരെ സമരം എന്നൊക്കെ പറയും. മിക്കവാറും വിജയമൊന്നും ഉണ്ടാവില്ല, എന്നാലും വിജയം വരെ സമരം എന്നൊക്കെ പറഞ്ഞളയും. ഗാന്ധിയുടെ സമരരൂപങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഗാന്ധി സമരരൂപങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. ഗാന്ധിയോട് തർക്കിച്ച് ഒരുപാട് പേര് പോയി. ഗാന്ധിയോട് ഏറ്റവും അവസാനം തർക്കിച്ചു പോയത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഒരു കാലത്ത് കോൺഗ്രസിലെ തീവ്രവാദ സ്വഭാവമുള്ള യുവാക്കളുടെ ഹരമായി മാറിയ നേതാക്കന്മാരായിരുന്നു. കാരണം അവർ രണ്ടുപേരും അതിമനോഹരമായി ആവേശകരമായി പ്രസംഗിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രസംഗിക്കുന്നിടത്ത് 10,000-കണക്കിന് ആളുകൾ കൂടുമായിരുന്നു. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിയൻ ആദർശങ്ങളോട്, ഗാന്ധിയുടെ മിതവാദ നയങ്ങളോട്, അഹിംസാപരമായ സമരങ്ങളോട് എതിർപ്പുള്ളവരായിരുന്നു. ഗാന്ധി എപ്പോഴും പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ സമരം സന്ധി സമരം എന്നായിരുന്നു. നിരന്തര സമരം ഒന്നില്ല, അങ്ങനെ വന്നാൽ സമരം കൈവിട്ടു പോകും, സമരം അക്രമാസക്തമാകും. അതുകൊണ്ട് അത് പാടില്ല. സമരത്തിനിടയിൽ സന്ധി വേണം, അത് കഴിഞ്ഞ് പിന്നെയും സമരം വേണം. ജവഹർലാൽ നെഹ്റു നേരെ തിരിച്ചുള്ള മുദ്രാവാക്യം ആവിഷ്കരിച്ചയാളായിരുന്നു. നെഹ്റു പറഞ്ഞത് സമരം സമരം വിജയം. നമ്മളൊക്കെ അതിനെയാണ് വിജയം വരെ സമരം എന്നൊക്കെ പറയും. മിക്കവാറും വിജയമൊന്നും ഉണ്ടാവില്ല, എന്നാലും വിജയം വരെ സമരം എന്നൊക്കെ പറഞ്ഞളയും. അപ്പം ഇതിൽ ഗാന്ധിക്ക് ഗാന്ധിയുടേതായ പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷെ നെഹ്റുവിൻ്റെ പ്രത്യേകത, നെഹ്റു ഈ തർക്കമെല്ലാം ഉണ്ടായാലും നെഹ്റു അവസാനം ഗാന്ധി എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കും. അവസാനം വരെ നെഹ്റു തർക്കിക്കും, പക്ഷെ അവസാനം നെഹ്റു ഗാന്ധിയെ അംഗീകരിക്കും. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രത്യേകത, തർക്കിച്ച് അവസാനം ഗാന്ധിയെ അനുസരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. അപ്പം ഇത് നെഹ്റുവും സുഭാഷും തമ്മിലുള്ള പ്രത്യേകതയായിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധി ആദ്യമായി ഇന്ത്യയിൽ പുറത്തുനിന്ന് ഒരാൾ ഒരു റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവേ എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് 39-ൽ അദ്ദേഹം INA രൂപീകരിച്ച് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സായുധ സമരത്തിൻ്റെ ഒരു വഴി സ്വീകരിച്ച് ജപ്പാനുമായി ചേർന്ന് 2ാം ലോക മഹായുദ്ധകാലത്ത് പോരാടാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം എല്ലാ ആഴ്ചയും ഇന്ത്യയിലെ ജനങ്ങളോട്, ബർമ്മയിൽ നിന്ന് അദ്ദേഹം റേഡിയോയിലൂടെ സംസാരിക്കുമായിരുന്നു ഇന്ത്യൻ ജനങ്ങളോട്. 1944 സെപ്റ്റംബർ 6-ന് അദ്ദേഹം റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ആദ്യമായി അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രപിതാവേ എന്നെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ആദ്യമായി ഗാന്ധിയെ രാഷ്ട്രപിതാവേ എന്ന് വിളിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് തന്നെ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒരിക്കലും തീപിടിക്കാത്ത, നനഞ്ഞു പോകുന്ന, മണ്ണിൽ നിന്നൊരിക്കലും ഉദിച്ചു പൊങ്ങാത്ത ഒന്നാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും അറിയാമായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന ഒരാളേ ഇന്ത്യയിലുള്ളൂ, അത് ഗാന്ധിയാണ്.